ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനുള്ളത് സിയാദ് ഖാൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നബിദിനം ആ ഒരു ദിവസമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അവിടുത്തെ റാലി കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് രാവിലെ എണീറ്റിട്ട് മോൾക്ക് വേഗം തന്നെ പാലൊക്കെ കൊടുത്തു. പിന്നെ ഞാനും വേഗം ചായ കുടിച്ചു. പിന്നെ കിച്ചണിൽ പോയി നോക്കുമ്പോൾ അവിടെ ഒക്കെ ക്ലീൻ ആക്കിയിട്ട് അവർ റെഡി ആയിട്ട് നിൽക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാലി വരുമ്പോൾ കാണാൻ വേണ്ടി പോകണ്ടേ. അപ്പോൾ പിന്നെ ഞാൻ മോളെ വേഗം പെട്ടെന്ന് തന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് ഇതാക്കാമെന്ന് വിചാരിച്ചിട്ട് അവൾ മുടിയൊക്കെ പിരിച്ചിട്ടിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു അപ്പുറത്തെ വീട്ടിലേക്ക് തൊട്ടടുത്ത വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് റാലി കാണും. ഇവർ മുറ്റത്തുനിന്ന് കാണാൻ പറ്റൂ, എന്നാൽ അവിടെ നിന്ന് കണ്ടിട്ട് ശേഷമാണ് ഞങ്ങളെ വീട്ടിൻ്റെ മുറ്റത്തോട്ട് പോവുക. അപ്പം അവിടെ പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് വേഗം മോളെ വേഗം മുടിയൊക്കെ ചീകി കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ വിളിച്ചിട്ട് ഒന്നിട്ടും വരുന്നില്ല, ടാബ് കണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് എങ്ങനെയല്ലോ പിടിച്ച് കെട്ടിക്കൊടുക്കുകയാണ്. ആദ്യമൊക്കെ മുടിയൊക്കെ കെട്ടിക്കൊടുക്കാൻ നല്ല വൃത്തിക്ക് നിന്ന് തരും കേട്ടോ, ഇപ്പോൾ ഒട്ടും നിന്നിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എനിക്കങ്ങ് കെട്ടിക്കൊടുക്കാനേ ഇപ്പോൾ മൂടില്ലാതായിട്ടുള്ള. ആദ്യമൊക്കെ ഞാൻ നല്ല രീതിയിൽ മുടി കെട്ടിക്കൊടുക്കലുണ്ട്, ഇപ്പം കുറവാണ്. അത്യാവശ്യം ഒന്ന് ജസ്റ്റ് കെട്ടിക്കൊടുക്കും എന്നല്ലാണ്ട് അങ്ങനെ മെനക്കെടാറില്ല. അങ്ങനെ ഞാൻ മോളെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തു. പിന്നെ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലേക്ക് പോവുകയാണ്. നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം അവിടെ പോയി നിന്ന് നോക്കുമ്പോഴത്തേക്കന്നെ പകുതി അങ്ങ് കുറച്ച് മുന്നോട്ടേക്ക് എത്തിയിട്ടുണ്ടായി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമാണ്. കാരണം എന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ നിർത്തി ഓരോ ആൾക്കാർ സ്പോൺസർ ഉണ്ടാവും. ഇങ്ങനെ ചിലപ്പം ചോക്ലേറ്റ് ആയാലും അല്ലെങ്കിൽ ജ്യൂസ് ആയാലും അങ്ങനെ ഓരോന്നായിട്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കും കേട്ടോ. അപ്പം അങ്ങനെയെല്ലാം ആയിട്ട് അവർക്കൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. കാരണം കാണാനും നമുക്ക് നല്ല ദഫ് മുട്ടും കാര്യങ്ങളെല്ലാം ആയിട്ട് ഓരോ ഡ്രസ് കോഡെല്ലാം ആയിട്ട് കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ. അവിടെ കുറേ കുട്ടികളുള്ളതുകൊണ്ട് കുറേ ഡ്രസ് കോഡ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ആ പള്ളീൻ്റെ അടുക്കൊക്കെ നിർത്തിയിട്ട് അവർക്ക് ഓരോന്ന് കഴിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അങ്ങനെ അവർ ജ്യൂസ് കാര്യങ്ങൾ പിന്നെ ലഡു അങ്ങനെ ഓരോ ആൾക്കാരായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ടായി. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായത്. പിന്നെ അവിടെ നിന്ന് നമുക്കും എല്ലാം തരും കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ജ്യൂസ് കൊണ്ടുത്തരാൻ വേണ്ടി വന്നിട്ടുണ്ടായിന്, പായസം. അങ്ങനെ അതും കുടിച്ച് ഉടനെ തന്നെ നമ്മൾ വീട്ടിൻ്റെ മുറ്റത്തേക്ക് ഓടിപ്പോയി. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്ക് പകുതി കടന്നു പോയിട്ടുണ്ടായിന്. പക്ഷെ എന്നാലും ഞങ്ങൾ കണ്ടു കേട്ടോ. ഉമ്മയൊന്നും അപ്പുറത്തേക്ക് വന്നിട്ടുണ്ടായില്ല, ഉമ്മയൊക്കെ അവിടെ ഇരുന്നിട്ട് കാണാനുണ്ടായേ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടും കണ്ടു. നല്ല രസമാണ് കേട്ടോ. നബിദിന ദിവസം ഒരു പ്രത്യേക രസമാണ്. കാരണം റോഡിലേക്ക് ഓടിപ്പോവുക, കാണുക. പിന്നെ എന്തായാലും എൻ്റെ വീട്ടിലായാലും അങ്ങനെ തന്നെ റോഡിലേക്ക് പോയിട്ട് ഓടിപ്പോയിട്ട് കാണും. കുറച്ച് കഴിയുമ്പോൾ തന്നെ ചോറൊക്കെ വന്നിട്ടാ. ഇതാണ് പള്ളിയിലെ ചോറ്. ഇതൊരു സ്പെഷ്യൽ ചോറും കറിയാണ്. കിട്ടിയ ഉടനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കൂടുതൽ അങ്ങ് കഴിക്കാൻ പറ്റില്ല, എന്നാലും ഫസ്റ്റ് കിട്ടിയ ഉടനെ തന്നെ ചൂടോടുകൂടി കഴിക്കാൻ വേറെ തന്നെ രസം കേട്ടോ. അപ്പോൾ കിട്ടിയ ഉടനെ തന്നെ ഞാൻ മോളെ എങ്ങനെയെങ്കിലും കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓൾക്ക് അങ്ങനെ വെച്ച് കൊടുക്കലാന്ന്. പക്ഷേ കുറേ സമയം അങ്ങനെ ഇട്ടുരുട്ടി കളിക്കും. അപ്പോൾ വിചാരിച്ച് പിന്നെ ഇങ്ങനെ വായിലിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വായിലിട്ട് കൊടുത്ത്. അപ്പോൾ പിന്നെ അവൾ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ അവൾ ചാടി കളിപ്പ് ഏട്ടൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ടായി. അതുകൊണ്ട് പിന്നെ അവൾക്കൊരു കൂട്ടായി. ഇന്നലെ ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാനും കഴിക്കും. ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും കൂടി കഴിക്കലാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കറിയൊക്കെ നല്ല തിക്കായിട്ടുള്ളൊരു കറിയും മൊത്തത്തിൽ ഒരു നല്ല ടേസ്റ്റ് തോന്നി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അതാണ്. ആ ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ ഉച്ചക്കും രാവിലെയൊക്കെ അത് തന്നെയായിരിക്കും. പിന്നെ ഒന്ന് അടിച്ചു വാരി, വേറൊന്നുമില്ല, തുടക്കാനൊന്നുമില്ല. തലേന്ന് തുടച്ചുകൊണ്ട് അതൊന്നും ഇല്ല. പിന്നെ മോളെ കുളിച്ചു കൊടുത്ത് പിന്നെ എന്തോ ഒരു ചൊറയും കാര്യങ്ങളാണ്. പിന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ ടാബ് കണ്ടിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവളെ ഉറക്കിയിട്ട് കുറച്ച് ഉറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.